സഹോദര, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അറിയുന്ന ഒന്നാമത്തെ കാര്യമാണ് അവന്റെ ദീൻ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് അവൻ എടുക്കേണ്ടത്. ആ ഖുർആനും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും എങ്ങനെ പിൻപറ്റിയോ അങ്ങനെ പിൻപറ്റാനാണ് അവൻ ശ്രമിക്കേണ്ടത്. അള്ളാഹു നമുക്ക് എത്തിച്ചു തന്ന ദീൻ, ആ ദീൻ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടവനാണ് ഒരു മുസ്ലിം. അവന്റെ ദീനിന്റെ അടിത്തറ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എങ്ങനെ പ്രാവർത്തികമാക്കി അങ്ങനെ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അവരുടെ മാർഗത്തിൽ തുടരുക എന്നതാണ് ദീൻ ജീവിതത്തിൽ പാലിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മുസ്ലിം ചെയ്യേണ്ടത്. നമ്മുടെ മുൻഗാമികളായ ഈ ദീന് നമുക്ക് എത്തിച്ചു നൽകിയ ഖുർആനും സുന്നത്തും നമുക്ക് വിശ്വസ്തയോടുകൂടി എത്തിച്ചു തന്ന മുൻഗാമികൾ, അവരുടെ മാതൃകയിലേക്ക് നമ്മൾ മടങ്ങുക എന്നതാണ് നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനുള്ള വഴി. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആൾ പ്രസംഗിച്ചു തുടങ്ങിയത്. സഖാഫി അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നതും അതേ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ മാർഗം, മുൻഗാമികളുടെ മാർഗം അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടുനോക്കും. എല്ലാവരും ആ മഹാന്മാരായ നമ്മുടെ മുൻഗാമികളെ നമ്മൾ കൈപിടിച്ചവരെ നമ്മൾ പിന്തുടർന്ന് ജീവിക്കുന്നു, വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. വഹാബികളോ അവരൊക്കെ കോജാക്കന്മാരാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. കീറ കിതാബുകൾ അല്ലെങ്കിൽ പാൾ കിതാബുകൾ, അങ്ങനെയുള്ള വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ. അദ്ദേഹം പറഞ്ഞത് സമസ്തയും അതിലുള്ള ആളുകളും അവരെല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം മുൻഗാമികളെ പിൻപറ്റുന്നു എന്നതിലാണ്. സമസ്ത മുൻഗാമികളെ പിൻപറ്റുന്നവരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സമസ്തക്ക് പുറത്തുള്ള ആളുകൾ വഹാബികൾ, അവർക്ക് മുൻഗാമികളെ വേണ്ടതില്ല, അവർ കിതാബുകൾ പാള കിതാബാണെന്ന് പറയുന്നവരാണ്, അവർ മുൻഗാമികളെ ഹോജാക്കൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരാണ്. എന്റെ സഹോദരങ്ങളെ, ആ സഖാഫിയോട് നമ്മൾ പറയുന്നു, ഈ നാട്ടിൽ നിങ്ങൾ ജാറങ്ങളിലും മക്ബറകളിലും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ, ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നമുക്കിടയിലുള്ള വ്യത്യാസങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് സ്വീകരിച്ച സഹാബിമാരുടെ ചരിത്രം. ഞാൻ നാലാലൊരു മദ്ഹബ് കർമ്മശാസ്ത്രത്തിൽ സ്വീകരിക്കുന്നയാളാണ്. എന്റെ ഫിഖ് നിസ്കരിക്കുന്നത് ഞാൻ എങ്ങനെയായിരിക്കും? ഒന്നല്ലെങ്കിൽ അബൂ ഹനീഫന്റെ മദ്ഹബ് പ്രകാരം, അതല്ലെങ്കിൽ ഇമാം മാലിക്കിന്റെ മദ്ഹബ് പ്രകാരം, അതല്ലെങ്കിൽ ഷാഫിഈയുടെയോ ഹംബലിയുടെയോ മദ്ഹബ് പ്രകാരം. എന്റെ കർമ്മശാസ്ത്രം അത് ആരുടെ വഴിയിലായിരിക്കും? അത് ഈ 4 മദ്ഹബിലായിരിക്കും വരാതെ. എന്നാൽ എന്തേ നിങ്ങളുടെ അഖീദ ഈ 4 ഇമാമുമാരുടെ അഖീദയാണെന്ന് നിങ്ങൾ പറയാത്തത്? നമ്മുടെ വിശ്വാസം അശഅരി അതല്ലെങ്കിൽ മാതുരീദി അഖീദയിലായിരിക്കും. എപ്പോഴാണ് അശഅരി വന്നത്? എപ്പോഴാണ് മാതുരീദി വന്നത്? നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷമാണ് അശഅരിയും മാതുരീദിയും ഒക്കെ വരുന്നത്. അതെന്തേ നിങ്ങളുടെ അഖീദ പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇമാം ഷാഫിഈയെ വേണ്ടാത്തത്? അതെന്തേ നിങ്ങളുടെ അഖീദ പറയുമ്പോൾ നിങ്ങൾക്ക് ഇമാം അഹ്മദിനെ വേണ്ടാത്തത്? അവർക്ക് അഖീദ ഉണ്ടായിട്ടില്ലേ? അവരുടെ അഖീദ വിവരിക്കുന്ന കിതാബുകളില്ലേ? ഉണ്ടല്ലോ. ഇമാം അഹ്മദിന് കിതാബുണ്ട്, മാലിക്കിന് കിതാബുണ്ട്, ഷാഫിഈക്ക് കിതാബുണ്ട്, അബൂ ഹനീഫക്കും കിതാബുണ്ട്. അവർ അഖീദയിൽ പറഞ്ഞ വരികൾ വിവരിക്കുന്ന, ക്രോഡീകരിക്കുന്ന എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്. ചിലപ്പോൾ അങ്ങനെ പറയില്ല, അവരുടെ കാലത്ത് അഖീദൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്രയും വലിയ ഇമാമുമാർ അവർ അഖീദയെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അവർക്കൊരു അഖീദയുണ്ട്, അത് സലഫിന്റെ അഖീദയാണ്. ആ അഖീദയെ നിങ്ങൾ സ്വീകരിക്കാത്തത്? ആ അഖീദയിൽ ഈ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ അഖീദ ഇത് നമുക്ക് ഉറപ്പിൽ പറയാൻ പറ്റും. അബൂ ഹനീഫയുടെ അഖീദയാണ്, മാലിക്കിന്റെ അഖീദയാണ്. അതിന്റെ അടിസ്ഥാനങ്ങളിൽ